നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് മാതൃസ്പർശം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. മനുവിൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്ന എന്നെ ഓർമ്മകൾ പുറകോട്ട് വലിച്ചുകൊണ്ടുപോയി. തങ്ങളുടെ കുടുംബാന്തസ്സിന് ചേരാത്ത ആളുമായുള്ള പ്രണയം മുറിക്കാൻ വീട്ടുകാർ കുരുതി കൊടുത്ത തൻ്റെ ജീവിതം തിരിഞ്ഞും മറിഞ്ഞും സമാധാനമായി എങ്ങനെ ഇവിടെ എത്തി എന്ന് ശാലു ഓർത്തുപോയി. ഈശ്വരൻ നമ്മെ ഓരോരുത്തരെയും കരുതുന്ന വഴി എത്ര അത്ഭുതം എന്ന് പറയാതെ പറ്റില്ല. ശാലു നെടുവീർപ്പിട്ടു. സുധിയേട്ടൻ്റെ 2ാം വിവാഹമായിരുന്നു. വിദേശത്ത് നല്ല ജോലിയിലായിരുന്നു സുധിയേട്ടൻ. ഭാര്യ പ്രസവത്തിൽ മരിച്ചതാണ്. കുഞ്ഞിനെ ഭാര്യയുടെ അമ്മ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാ അവധിക്കും അദ്ദേഹം അവിടെ പോവുകയും കുഞ്ഞിനെ കാണുകയും പതിവായി ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ കാലങ്ങൾ നീങ്ങവെയാണ് ശാലുവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ആലോചന വന്നത്. എൻ്റെ ജാതകം ഒത്തു നോക്കിയപ്പോൾ നല്ല പൊരുത്തം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാതെ ഇരിക്കാൻ അമ്മാവന്മാരും അച്ഛനും കൂടി വിവാഹം എടുപെടാന്നങ്ങ് നടത്തി. വിവാഹം കഴിഞ്ഞ് സുധിയേട്ടൻ്റെ സ്നേഹമസൃണമായ പെരുമാറ്റം ശാലുവിന് ആശ്വാസം നൽകി. അദ്ദേഹത്തിന് തൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത പ്രയാസം വളരെ വലുതായിരുന്നു. അത് ഒരു ദിവസം കൊണ്ട് തന്നെ തനിക്ക് മനസ്സിലായി. നമുക്കൊന്ന് അവിടം വരെ പോയാലോ? ശാലു ശാന്തമായി ചോദിച്ചു. കേട്ടപാടെ അദ്ദേഹം തന്നെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ കല്യാണത്തിന് പിറ്റേന്ന് തന്നെ ഞങ്ങൾ പാലക്കാടേക്ക് പോയി. മുന്നറിയിപ്പ് കൂടാതെയാണ് ഞങ്ങൾ ആ വീട്ടിൽ കയറി ചെന്നത്. മുറ്റത്ത് നിന്ന് കളിച്ചു നിന്നിരുന്ന മനു ദൂരെ നിന്ന് അച്ഛനെ കണ്ടതും അകത്തേക്ക് ഓടിപ്പോയി. അമ്മമ്മേ, എൻ്റെ അച്ഛനും അമ്മയും വരുന്നു എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് അമ്മമ്മയും പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ വരാന്തയിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പിക്കൊണ്ട് അമ്മേ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചു. ഞാൻ ആ കുഞ്ഞിനെ കോരിയെടുത്തു, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അവനും തുരുതുരാന്ന് എന്നെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. ഈ കാഴ്ച കണ്ട് സുധിയേട്ടനും അമ്മയും കണ്ണുകൾ തുടച്ചു. അയ്യോ മോളെ, പുറത്ത് നിൽക്കാതെ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അമ്മ ഞങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? മനു മടിയിലിരുന്നു കൊണ്ട് എൻ്റെ മുഖം പിടിച്ച് ചോദിച്ചു. കാര്യം മനസ്സിലാകാതെ ഞാൻ അന്ധാളിച്ചു പോയി. പെട്ടെന്ന് അമ്മമ്മ പറഞ്ഞു, കഴിയാറായി മനുക്കുട്ട. അമ്മയെ കാണാതെ കരയുന്ന കുഞ്ഞിനോട് അമ്മ ദൂരെ പഠിക്കാൻ പോയതാ, പരീക്ഷ കഴിഞ്ഞു വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് മനസ്സിലാക്കിയപ്പോൾ ശാലു ഒന്ന് ഞെട്ടിപ്പോയി. ഇത് കേട്ടതും അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു, അമ്മയുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞു. എൻ്റെ മനുക്കുട്ടിയെ അമ്മ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതായിപ്പോൾ. ഇത് കേട്ടതും അവൻ എൻ്റെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങി. എന്നെയും പിടിച്ചു വലിച്ചുകൊണ്ട് അമ്മേ വാ, നമുക്ക് ഉടുപ്പെടുത്ത് വെക്കാം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട് സുധിയേട്ടൻ വികാരനിർഭരനായിപ്പോയി. അദ്ദേഹം 2 കൈകളും തലയിൽ വെച്ച് കുനിഞ്ഞിരുന്നു. അമ്മമ്മ കണ്ണു തുടച്ചുകൊണ്ട് അമ്മയുടെയും മകൻ്റെയും കൂടെ മുറിക്കകത്തേക്ക് കയറിപ്പോയി. അമ്മ ഞങ്ങൾക്ക് കഴിക്കാൻ പലഹാരങ്ങളും കാപ്പിയും എടുത്തു വെച്ചു. കാപ്പി കുടിക്കാൻ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഊണുമുറിയിലേക്ക് പോകാനൊരുങ്ങി. അപ്പോഴും മനു എൻ്റെ സാരിത്തുമ്പ് പിടിച്ചുകൊണ്ട് കൂടെ നിന്നു. അവിടെ വന്നിരുന്നപ്പോഴും മനു എൻ്റെ മടിയിൽ കയറിയിരുന്നു. ഇനിയും അവനെ ഇട്ടേച്ച് അമ്മ പോകുമോ എന്ന ഭയം കൊണ്ടാകാം അവൻ മറ്റാരുടെയും അടുത്ത് പോകാൻ കൂട്ടാക്കാത്തത്. സുധിച്ചേട്ടൻ എൻ്റെ മുഖത്തേക്ക് ചോദ്യരൂപേണ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ വശ്യതയോടെ കണ്ണുകൾ കൂമ്പി ഒരു പുഞ്ചിരി അദ്ദേഹത്തിന് സമ്മാനിച്ചു. അല്പം കഴിഞ്ഞ് ഞങ്ങൾ മനുവിൻ്റെ തുണികൾ എടുത്തു വെച്ച പെട്ടിയുമായി പുറത്തു വന്നു. അമ്മയുടെ 2 കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മേ, മനു എൻ്റെ മകനാണ്. അവൻ കഴിഞ്ഞേ എനിക്കിനി ഒരു മകനോ മകളോ ഉള്ളൂ. അമ്മ സമാധാനമായിട്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും അമ്മ ഞങ്ങളുടെ അടുത്ത് വരണം. ഞങ്ങളും അമ്മയെ കാണാൻ വരും. കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും ക്ഷമ നശിച്ച മട്ടിൽ വാ അമ്മേ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് മനു എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. ഞാൻ മനുവിനെ എടുത്ത് അമ്മമ്മയ്ക്ക് ഉമ്മ കൊടുപ്പിച്ചു. പിന്നെ വരാം അമ്മമ്മേ എന്ന് മനു പറഞ്ഞപ്പോൾ അമ്മമ്മ ചിരി വരുത്തി ഒരു കൈ സാരിത്തുമ്പ് കൊണ്ട് വായി പൊത്തിയും മറ്റേ കൈ ഞങ്ങൾക്ക് നേരെ വീശിയും നിൽക്കുന്ന ആ രംഗം ഇന്നെന്ന പോലെ എൻ്റെ കണ്ണിൽ തന്നെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.